ഇന്നത്തെ റെസിപ്പി തന്തൂരി ചിക്കനാണ്. നമ്മളിന്ന് ഫ്രൈ പാനിലാണ് തന്തൂരി ചിക്കൻ റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. ഗ്രിൽ ചെയ്തെടുക്കുന്നതിൻ്റെ സ്വാദ് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു പൊടിക്കൈ കൂടി ചെയ്യുന്നുണ്ട്. പിന്നെ ഈ റെസിപ്പിയിൽ നമ്മൾ അങ്ങനെ ഡബിൾ മാരിനേഷൻ ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ഒരുപാട് ടൈമൊന്നും ആവില്ല. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ചിക്കൻ്റെ ലെഗ് പീസാണ് എടുത്തിരിക്കുന്നത്. വൃത്തിയായി കഴുകിയതിന് ശേഷം അതൊന്ന് നന്നായിട്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നാൽ മാത്രമേ നമ്മൾ ചേർക്കുന്ന മസാലയൊക്കെ അതിലേക്ക് നന്നായിട്ട് പിടിക്കുകയുള്ളൂ. ചിക്കൻ അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് വേവിക്കുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് ഇതിൻ്റെ ഉൾവശവും വേകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ വരഞ്ഞു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഉള്ളിലേക്കൊക്കെ മസാല പിടിക്കാനും അതുപോലെ തന്നെ ഉള്ളു വെന്ത് കിട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് വരഞ്ഞെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. 1/2 ടീസ്പൂൺ സാധാരണ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കേണ്ടി വരും. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി വേണം. ഇതിൻ്റെ കൂടെ നല്ല ജീരകത്തിൻ്റെ പൊടി കൂടി വേണം. അതും ഒരു 1/2 ടീസ്പൂൺ തന്നെയാണ് നമ്മൾ ചേർക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് ഗരം മസാലയാണ്. അതൊരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇതിലേക്ക് നമുക്ക് മേത്തി ലീവ്സ് ചേർത്ത് കൊടുക്കണം. ഉലുവയുടെ ഇലയാണ്, നന്നായിട്ട് ഉണക്കിയ ഇല വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതൊരു 1/2 ടീസ്പൂണോളം കൈകൊണ്ടൊന്ന് ക്രഷ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ പാകത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് ചെറിയ പുളി കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണോളം നാരങ്ങ നീരും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ തൈരും എടുത്തിട്ടുണ്ട്. തൈര് എടുക്കുമ്പോൾ എപ്പോഴും കുറച്ചൊന്ന് കട്ടിയായ തൈര് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. വെള്ളം ഉണ്ടെന്നാണെങ്കിലും അതൊന്ന് ഒരു ചെറിയ തുണി കൊണ്ടോ അല്ലെങ്കിൽ ഒരു അരിപ്പയിലിട്ടോ ഒന്ന് അരിച്ചെടുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നല്ലോണം മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന ഈ ചിക്കനിലേക്ക് നമുക്കിനി 1 ടേബിൾ സ്പൂൺ എള്ളെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇപ്പോൾ ദേ 1 മണിക്കൂറിന് ശേഷം ഞാൻ ചിക്കൻ പുറത്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് പാനിൽ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ പാനിലേക്ക് 1 ടീസ്പൂൺ ഓയിലും 1 ടേബിൾ സ്പൂൺ ബട്ടറും ആണ് ചേർത്തിട്ടുള്ളത്. ഇതൊന്ന് മെൽറ്റായി വരുമ്പോഴേക്കും ചിക്കൻ പീസസ് വെച്ചിട്ട് നമുക്ക് ഗ്രിൽ ചെയ്തെടുക്കാം. ആദ്യത്തെ ഒരു 5-6 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അതിലെ വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരു 1-2 മിനിറ്റ് കഴിയുമ്പോഴത്തേന് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം.
ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5-6 മിനിറ്റോളം ഇങ്ങനെ മൂടി വെച്ച് വേവിക്കണം. 5 മിനിറ്റൊക്കെ കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ മൂടി മാറ്റി നമുക്കിതൊന്ന് തുറന്നു വയ്ക്കണം. ഇനി ഇത് തുറന്നു വെച്ചിട്ടാണ് 2 വശവും പാകത്തിന് മുരിച്ചെടുക്കേണ്ടത്. ഇപ്പോൾ ചിക്കൻ്റെ 2 വശവും നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ പൊടിക്കൈയാണ്. തന്തൂരി ചിക്കൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ഡയറക്റ്റ് ആയിട്ട് തീയിൽ കാണിച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു സ്മോക്കി ഫ്ലേവർ ഉണ്ടാവും. പക്ഷെ നമ്മളിത് പാനിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടി നമ്മൾ ഒരു പാത്രത്തിൽ തീക്കനലാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ 3-4 മിനിറ്റ് അടച്ചു വെച്ച് കഴിയുമ്പോഴേക്കും ചിക്കനിലേക്ക് അതിൻ്റെ ആ പുകമണമൊക്കെ ഒന്ന് പിടിക്കും. അപ്പോൾ നമ്മുടെ തന്തൂരി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അവനോ ഗ്രിൽ പാനോ ഒന്നും യൂസ് ചെയ്യാതെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചെയ്ത് നോക്കാനും പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക.